നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിൽ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ അടിമുടി ട്വിസ്റ്റുകൾ. പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിലാണ് ഗർഭിണി തീപിടുത്തത്തിൽ മരിച്ചത്. തുടർന്ന് നടന്ന പോലീസ് ഫോറൻസിക് പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്തത്തിന് കാരണമെന്ന് കണ്ടെത്തി. കാറിന്റെ എഞ്ചിൻ ഭാഗത്തോ ഇന്ധന ടാങ്കുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലോ യാതൊരുവിധ തകരാറുകളും കണ്ടെത്തിയില്ല. അവിടെയൊന്നും തീപിടിച്ചതിന്റെ യാതൊരുവിധ ലക്ഷണവുമില്ല. സ്ഫോടനം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്ന ഫോറൻസിക് നിരീക്ഷണം. ഇതിനു പിന്നാലെ മരിച്ച സോനയുടെ അമ്മാവൻ AK സത്യൻ ഇതൊരു കൊലപാതകമാണ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. കാറിനുള്ളിൽ മാരകമായ എന്തോ വച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സോനയെ മുൻ സീറ്റിലിരുത്താതെ പിൻ സീറ്റിലിരുത്തിയത്? കാർ അപകടമുണ്ടായ സ്ഥലത്തെ നാട്ടുകാരും സമാനമായ ചില സംശയങ്ങൾ ഉന്നയിച്ചു. കാർ ഒരു തോടിൻ്റെ സൈഡിലെത്തിയപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. പെട്ടെന്ന് തന്നെ സെൻട്രൽ ലോക്ക് എടുക്കാതെ തൻ്റെ മാത്രം ഡോറിൻ്റെ ലോക്കെടുത്ത് രജിൻലാൽ നേരെ തോട്ടിലേക്ക് ചാടി. രക്ഷപ്പെടുത്താനെത്തിയ നാട്ടുകാരോട് പോലും പിൻ സീറ്റിൽ ഭാര്യയുണ്ട് എന്ന് രജിൻലാൽ പറഞ്ഞില്ല. പിന്നിലെ ഡോർ തുറക്കാൻ ശ്രമിച്ചില്ല എന്നത് മാത്രമല്ല, തൻ്റെ ഡോറിൻ്റെ മാത്രം ലോക്കെടുത്ത് എന്തുകൊണ്ട് രജിൻലാൽ തോട്ടിലേക്ക് ചാടി? ഇതിനെ തുടർന്നാണ് ഇതൊരു കൊലപാതകമാണോ എന്ന് സംശയം ശക്തിപ്പെട്ടത്. സോനയും രജിൻലാലും തമ്മിലുള്ളത് പ്രണയവിവാഹമായിരുന്നു. രജിൻലാൽ വിദേശത്ത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത്. പിന്നീട് രജിൻലാലിന് മറ്റൊരു യുവതിയുമായി ബന്ധം. ഇതറിഞ്ഞ സോന പ്രശ്നമുണ്ടാക്കി. സോനയെ ഉപേക്ഷിച്ച് മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ ഇതിനിടയിൽ രജിൻലാൽ തീരുമാനമെടുത്തു. ഇതറിഞ്ഞ സോന വടകര റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇതോടെ സോനയുടെ വീട്ടുകാരും നാട്ടുകാരുമൊക്കെ പ്രശ്നത്തിലിടപെട്ടു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ മധ്യസ്ഥ ചർച്ചകളിൽ സോനയെ വിവാഹം കഴിക്കാം എന്ന് രജിൻലാൽ സമ്മതിച്ചു. എന്നാൽ ഈ വിവാഹത്തോട് ഇരു വീട്ടുകാർക്കും യോജിപ്പുണ്ടായില്ല. 2023 സോനയും രജിൻലാലും തമ്മിൽ രജിസ്റ്റർ വിവാഹം ചെയ്തു. വയൽ പ്രദേശത്തെ തോട്ടിനരികിലാണ് കാറിന് തീപിടുത്തമുണ്ടായത്. അതുകൊണ്ട് തന്നെ തീ കെടുത്താൻ നാട്ടുകാർക്ക് എളുപ്പം കഴിഞ്ഞു. അപ്പോഴേക്കും പിൻ സീറ്റിലിരിക്കുകയായിരുന്ന സോന പൂർണ്ണമായും സീറ്റിൽ കത്തിയമർന്ന നിലയിൽ. വലിയ സ്ഫോടന ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. കാറിനുള്ളിൽ എങ്ങനെ സ്ഫോടന ശബ്ദം നടന്നു എന്ന പരിശോധനയിലായി പിന്നീട് പോലീസ്. പ്രണയിച്ച് വേർപിരിഞ്ഞവർ. പിന്നീട് ഇരുവരും തമ്മിലുള്ള വിവാഹം വീട്ടുകാർ ശക്തിയായി എതിർത്തു. രജിൻലാലിനെ വിവാഹം ചെയ്യണമെന്ന് സോന വാശി പിടിച്ചു. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു ഒത്തുതീർപ്പുണ്ടാകുന്നത്. സോന ഇരുന്ന സീറ്റിൽ നിന്നാണ് തീ ഉയർന്നത്. ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചു. 2 സാധ്യതകളാണ് ഇതിന് പിന്നിൽ. ഒന്നുകിൽ സോന പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ സോനയെ ഭർത്താവ് കൊലപ്പെടുത്തിയിരിക്കാം. ഇതൊരു കൊലപാതകമാണെന്ന് സോനയുടെ വീട്ടുകാർ ഉറപ്പിക്കുന്നു. എന്നാൽ രജിൻലാലിന്റെ വീട്ടുകാർ പറയുന്നത് സോന ആത്മഹത്യ ചെയ്തതായിരിക്കുമെന്ന്. കാറിന്റെ മുൻഭാഗത്തോ പുറകുവശത്തോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന ഫോറൻസിക് നിഗമനം. കാറിൻ്റെ ഉള്ളിലെ വയറിങ്ങിനോ ഇന്ധന ടാങ്കിനോ തകരാറുകളൊന്നുമില്ല. തീപിടുത്തമുണ്ടായത് പിൻ സീറ്റിൽ നിന്ന്. പിൻ സീറ്റിന്റെ ഒരു ഭാഗം കത്തി ഉരുകി ഒട്ടിയ നിലയിലായിരുന്നു. സോനയുടെ മൃതദേഹം ഈ സീറ്റിനോട് ചേർന്നായിരുന്നു നാട്ടുകാർ കണ്ടെത്തിയത്. കഴിഞ്ഞ കുറേ കാലമായി സോനയും രജിൻലാലും തമ്മിൽ വലിയ വഴക്കാണ്. സോനയെ ഫോൺ ഉപയോഗിക്കാനോ കുടുംബത്തിലേക്ക് വിളിക്കാനോ രജിൻലാൽ അനുവദിച്ചിരുന്നില്ല. അവർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ഇതൊരു ആസൂത്രിത കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ? ഈ സംശയമാണിപ്പോൾ നാട്ടുകാർക്ക്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് കാർ തീപിടിച്ച് ഗർഭിണി മരിച്ചത്. സോനയ്ക്ക് 27 വയസ്സ് പ്രായം മാത്രം. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ആസൂത്രിത കൊലപാതകമാണ് നടന്നതെന്നും സോനയുടെ ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നു. കാറിന്റെ ഉൾവശമാണ് പൂർണ്ണമായി കത്തിയമർന്നത്. പിൻസീറ്റും മുൻഭാഗവും കത്തി. രജിൻലാലിന്റെ പിൻഭാഗത്താണ് തീ പിടിച്ചത്. എന്നാൽ ബോണറ്റിലേക്ക് തീ പടർന്നില്ല. അപ്പോഴേക്കും നാട്ടുകാർ ഓടിയെത്തി തീ അണയ്ക്കുകയായിരുന്നു. കത്താതെ ശേഷിച്ച തുണികൾ, ബാഗിന്റെ അവശിഷ്ടം, മൊബൈൽ ഫോൺ, കാറിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ സാമ്പിൾ തുടങ്ങിയവ പരിശോധനയ്ക്കായി ഫോറൻസിക് ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും മേൽ ഉദ്യോഗസ്ഥന്മാരുടെ ശക്തമായ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നുമാണ് സോനയുടെ ബന്ധുക്കൾ പറയുന്നത്. ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം സോനയുടെ വീട്ടുകാർ അത്ര സഹകരണത്തിലായിരുന്നില്ല. ഗർഭിണിയായതിനു ശേഷം വീട്ടുകാർ തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. ഒരു ബന്ധുവിനോട് ഭർത്തൃവീട്ടിൽ തനിക്ക് വലിയ സമ്മർദ്ദമുണ്ട് എന്ന് സോന വെളിപ്പെടുത്തിയിരുന്നു. കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലിപ്പോലും ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. മരിച്ച സോന 7 മാസം ഗർഭിണിയായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട് മടങ്ങുന്നതിനിടയിലാണ് ചെറുവണ്ണൂരിൽ നിന്ന് കക്കറ മുക്കിലേക്കുള്ള റോഡിൽ
എടോളി താഴെ വെച്ച് കാറിന് തീപിടിച്ചത്. ഇവിടെ ദുരൂഹത വർദ്ധിക്കാൻ 3 കാരണങ്ങളാണ്. വീട്ടിലേക്ക് വെറും 2 കിലോമീറ്റർ മാത്രം അകലെയാണ് കാറിൽ തീപിടുത്തമുണ്ടായത്. കാറിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ തൊട്ടുവശത്തായി ഒരു ചെറുതോട് ഒഴുകുന്നു. ആ തോട്ടിലേക്കാണ് കാറിൽ നിന്ന് നേരെ രജിൻലാൽ എടുത്തു ചാടിയത്. രജിൻലാൽ കാർ തുറന്ന് പുറത്തേക്ക് ചാടുമ്പോൾ എന്തുകൊണ്ട് കാറിൻ്റെ സെൻട്രൽ ലോക്ക് എടുത്തില്ല? ദേഹാസ്വാസ്ഥ്യം കാരണമാണ് സോന കാറിൻ്റെ പിൻ സീറ്റിൽ കിടന്നുറങ്ങിയത് എന്ന് രജിൻലാൽ പറയുന്നു. ഇതിലും ഏറെ ദുരൂഹതയുണ്ട്. 7 മാസം ഗർഭിണിയായ യുവതി ഒറ്റയ്ക്ക് കാറിൻ്റെ പിൻ സീറ്റിലിരിക്കുമോ? 7 മാസം ഗർഭിണിയായ ഒരു യുവതി ആത്മഹത്യയ്ക്കാണ് പിൻ സീറ്റ് തിരഞ്ഞെടുത്തതെങ്കിൽ അതിന് രജിൻലാൽ എന്തിനു സമ്മതിച്ചു? പെട്രോൾ കുപ്പി തുറന്നാണ് ഇത്തരമൊരു ആത്മഹത്യയ്ക്ക് സോന ശ്രമിച്ചതെങ്കിൽ അപ്പോൾ തന്നെ അത് തടയാനുള്ള ശ്രമം രജിൻലാൽ നടത്തുമായിരുന്നില്ലേ? സോനയുടെ ബന്ധുക്കൾ സംശയിക്കുന്നത് ഒരുപക്ഷെ കാർ സ്ലോ ചെയ്ത് ഈ പെട്രോൾ കുപ്പി ഉപയോഗിച്ച് തീപിടുത്തത്തിനുള്ള ശ്രമം രജിൻലാൽ തന്നെ നടത്തിയതായിരിക്കുമെന്ന്. തീപിടിച്ചതിന് പിന്നാലെ പുറത്തേക്ക് ചാടിയ രജിൻലാൽ തോട്ടിൽ നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നതാണ് നാട്ടുകാർ കണ്ടത്. നാട്ടുകാർ ഓടിക്കൂടി കാറിലെ തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോഴൊന്നും രജിൻലാൽ കാറിനുള്ളിൽ ഭാര്യയുണ്ട് എന്ന വിവരം അവരോട് പറയുന്നില്ല. ഇതിനകം തന്നെ കാറിനുള്ളിലെ മുകൾ വശഭാഗങ്ങൾ സോനയ്ക്ക് മേൽ പതിച്ചിരുന്നു. ഡോർ തുറക്കാൻ നാട്ടുകാർ ശ്രമിച്ചുവെങ്കിലും അതിനും കഴിഞ്ഞില്ല. തൊട്ടടുത്ത വയലിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ച് തീ കെടുത്തിയതിനു ശേഷം കാറിൻ്റെ ചില്ല് തകർത്താണ് നാട്ടുകാർ ബെഡ്ഷീറ്റിൽ കിടത്തി സോനയെ പുറത്തേക്കെടുത്തത്. 60% പൊള്ളലേറ്റ രജിൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബേൺസ് ICUവിൽ ചികിത്സയിലാണിപ്പോഴും. കൈകളിലും മുഖത്തും നെഞ്ചിലുമാണ് പൊള്ളൽ. അന്വേഷണം നിർണായക വഴിത്തിരിവിലെത്തി നിൽക്കുന്നു. കാറിനുള്ളിൽ ഒരു കുപ്പിയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നു എന്ന പോലീസിൻ്റെ കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനം. ഇനി അറിയേണ്ടത് ആരാണ് കുപ്പിയിൽ ഈ പെട്രോൾ കാറിനുള്ളിൽ സൂക്ഷിച്ചതെന്ന്. സോന പെട്രോൾ പമ്പിൽ കയറി ഒരു കുപ്പിയിൽ പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇത് സത്യമാണെങ്കിൽ സോന ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തം. കാറിനുള്ളിൽ ഒരു കുപ്പിയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നു എന്ന സംശയമാണ് സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. ആ പ്രദേശങ്ങളിലുള്ള പമ്പുകളുടെ പരിസരത്തെ CCTV ദൃശ്യങ്ങളാണ് പോലീസ് മുഖ്യമായി പരിശോധിച്ചത്. പരിശോധനയിൽ ഒരു യുവതി കന്നാസിൽ പെട്രോളുമായി പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അത് സോന തന്നെയാണോ എന്ന് പരിശോധിക്കുകയാണിപ്പോൾ പോലീസ്. സോനയും ഭർത്താവ് റെജിൻലാലും തമ്മിൽ വലിയ കുടുംബ പ്രശ്നമുണ്ടായിരുന്നു. അപകട ദിവസം സോനയുടെ വീട്ടിൽ നിന്നും റെജിൻലാലിൻ്റെ വീട്ടിലേക്ക് ഇവർ പോകാൻ സമയമെടുത്തത് 3 മണിക്കൂർ. സാധാരണഗതിയിൽ അരമണിക്കൂർ കൊണ്ടെത്താവുന്ന ദൂരം. ഈ 3 മണിക്കൂറിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാനാണ് പോലീസ് മുഖ്യമായി ശ്രമിക്കുന്നത്. ഇതൊരു കൊലപാതകമായിരുന്നോ എന്ന സംശയത്തിൽ നിന്നാണ് പോലീസ് ഒടുവിൽ ആത്മഹത്യയാണ് എന്ന സൂചനകളിലേക്ക് എത്തുന്നത്. സോന തന്നെ പെട്രോൾ വാങ്ങി പുറകിലെ സീറ്റിലേക്ക് മാറിയിരുന്ന് തീ കൊളുത്തിയതാണ് എങ്കിൽ ആത്മഹത്യയെന്നുറപ്പിക്കാം. എന്നാൽ ഇപ്പോഴും അതിന് പൂർണ്ണമായി സാധിക്കുന്നില്ല. പെട്രോൾ പമ്പിൽ നിന്ന് സോന പെട്രോൾ വാങ്ങിയിരുന്നു എന്നതാണ് ഇതിലെ മുഖ്യഭാഗം. ഫോറൻസിക്, മോട്ടോർ എൻഫോഴ്സ്മെന്റ് എന്നീ വകുപ്പുകളും പോലീസിനെ അന്വേഷണത്തിൽ സഹായിക്കുന്നു. വാഹനങ്ങളിൽ എത്താതെ പമ്പുകളിൽ പെട്രോൾ വാങ്ങാനെത്തിയ ചിലരെക്കുറിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. CCTV ദൃശ്യങ്ങളിലുള്ള യുവതി സോന തന്നെയാണോ എന്നുറപ്പിക്കേണ്ടിയിരിക്കുന്നു പോലീസിന്. ഏതെങ്കിലും രീതിയിൽ പെട്രോൾ കാറിനുള്ളിൽ സൂക്ഷിച്ചിരുന്നോ? വാഹനം ഓടിച്ച കക്കറമുക്ക് പൂവത്തും ചാലിൽ രജിൻലാലിൻ്റെ ശരീരത്തിൽ പിൻഭാഗത്താണ് കൂടുതലായി പൊള്ളലേറ്റത് എന്നത്, പിൻഭാഗത്താണ് തീ പടർന്നത് എന്നത് ഉറപ്പിക്കുന്നു. സംഭവ ദിവസം ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 7:30 വരെ സോന ബാല്യക്കോടുള്ള മാതൃസഹോദരിയുടെ വീട്ടിലായിരുന്നു. ഭർത്താവ് രജിൻലാൽ കാറിൽ അവിടെ ഇറക്കിയെന്നും രാത്രി 7:30 വന്ന് തിരികെ കൂട്ടിയെന്നും ബന്ധുവായ യുവതിയുടെ മൊഴി. അന്ന് വൈകിട്ട് തനിക്കൊപ്പം പേരാമ്പ്രയിൽ പോയി സാധനങ്ങൾ വാങ്ങി. താൻ ഫാൻസി ഷോപ്പിലും പലചരക്ക് കടയിലും കയറിയ സമയത്ത് സോന എവിടെ പോയി എന്നറിയില്ലെന്നാണ് യുവതിയുടെ മൊഴി. പിന്നീട് തിരികെ വന്നതിന് ശേഷമാണ് രജിൻലാലിനൊപ്പം യുവതി കാറിൽ കയറിയത്. നേരത്തെ ടൗണിൽ പോയ സമയത്ത് പെട്രോൾ വാങ്ങി രഹസ്യമായി സോന സൂക്ഷിച്ചിരുന്നോ എന്ന സംശയവും പോലീസ് ദൂരീകരിക്കാൻ ശ്രമിക്കുന്നു. പേരാമ്പ്രയിൽ ബന്ധുവിനൊപ്പം പോയ സോന തനിച്ച് എവിടെ പോയി എന്നതിലും രാത്രി 7:30 ഇളയമ്മയുടെ വീട്ടിൽ നിന്നിറങ്ങിയ സോനയും രജിനും പിന്നീട് 2 മണിക്കൂറോളം എവിടെ ചെലവഴിച്ചു എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നു. പെട്രോളിൻ്റെ മണം തനിക്ക് കിട്ടി. എന്താണ് പെട്രോളിൻ്റെ മണം എന്ന് ചോദിച്ചപ്പോഴേക്കും തീ ആളിപ്പടർന്നുവെന്നാണ് രജിൻലാലിൻ്റെ
മൊഴി. CCTVയിലെ ദൃശ്യങ്ങൾ ഇന്ന് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന് പോലീസ് പറയുന്നു. ഏറെ ദുരൂഹതകളുണ്ട് ഈ സംഭവത്തിൽ. 7 മാസം ഗർഭിണിയായ സോന ആത്മഹത്യ ചെയ്യുകയായിരുന്നോ അതോ ഇതൊരു ആസൂത്രിത കൊലപാതകമായിരുന്നോ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.